നമ്മൾ ഹോസ്റ്റിംഗ് ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ MC യുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ചില ഘടകങ്ങൾ നമ്മൾ ഹോസ്റ്റിംഗ് ടീമിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹോസ്റ്റിങ്ങിന് വരുന്ന അത് ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, അവര് എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. ഓരോ ഇവന്റുകളും ഒരുപാട് പേരടങ്ങുന്ന ഒരു ചടങ്ങുകളായിരിക്കും. പല കാറ്റഗറിയിലുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. അവരെ ഒരേ രീതിയിൽ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ ഇതിനുള്ളൊരു കാപ്പബിലിറ്റി ഉള്ളവരെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ക്യാരക്ടറിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാവിന്റെയോ അല്ലെങ്കിൽ മയിലിന്റെയോ ക്യാരക്ടറുള്ള ആളുകൾ വേണം നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ മൂങ്ങയുടെയോ പരുന്തിന്റെയോ ഒരു ക്യാരക്ടറിസ്റ്റ് ഉള്ള ആളുകളെ ഇതിലേക്ക് ചൂസ് ചെയ്യരുത്. കാരണം വരുന്ന ഗസ്റ്റിനെ വളരെ കാം ആൻഡ് കൂളാക്കിക്കൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ എന്ന രീതിയിലേക്ക് വരുന്ന ഓരോ ഗസ്റ്റുകളെയും സെറ്റ് ചെയ്യേണ്ടത് ഈ പോസ്റ്റിംഗ് ഗേൾസ് ആണ്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് ബോയ് ആണ്. അതുകൊണ്ട് തന്നെ മുൻശുണ്ടിയുള്ള ഒട്ടും ക്ഷമയില്ലാത്തവരെ നമ്മൾ ഇതിലേക്ക് ചൂസ് ചെയ്യരുത്. കാരണം ഈ വരുന്ന ഗസ്റ്റുകളിൽ ഒരുപാട് കർക്കശക്കാരായ ആളുകൾ ഉണ്ടാവും. അവരെ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം മതി ആ വെഡിങ് തന്നെ മോശമാകാനായിട്ട്.